പാമ്പിനെ കണ്ടോ? ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ അമ്മാമ്മയുടെ അടുത്ത് നിന്നാണേ. അമ്മ ഇവിടെ അടുക്കളയിൽ എനിക്ക് കഴിക്കാനായിട്ട് ചായയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മയാണ് എനിക്ക് ഭക്ഷണം വാരി തരുന്നത്. അപ്പം അമ്മയ്ക്ക് രാവിലെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അമ്മ തന്നെയാണ് വാരി തരാറ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കടയിലേക്ക് ഒന്ന് പോവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ MRP-നേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ ഒരു 3 items ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് MRP-നേക്കാളും കുറഞ്ഞ പൈസയെ ബില്ലിലായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ബില്ല് തന്നെ ഒരു കാണിക്കുന്നുണ്ട് എത്ര രൂപയാണ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റിയെന്ന്. 69 രൂപയാണ് നമുക്ക് ഈ ഒരു 3 ഐറ്റം തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാടധികം സാധനങ്ങൾ മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുമേ. അമ്മാമ്മ വീട്ടിലുള്ള കാരണം വല്യമ്മയും വെല്ലച്ചനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. വല്യമ്മയും വെല്ലച്ചനൊന്നും വീട്ടിൽ അങ്ങനെ അധികം വരാറില്ല. അപ്പോൾ അമ്മാമ്മയുള്ള കാരണം അവർ വന്ന് നമ്മൾ കുറേ നേരം സംസാരിച്ചിരിക്കുകയാണ്. അപ്പം അതിനുശേഷം വെല്ലച്ചനും വല്യമ്മേനും ഞാൻ തന്നെയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. അതിനുശേഷം തിരിച്ച് ഞാൻ വീട്ടിലെത്തി ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ നമ്മൾ എണീക്കുന്നത് രാത്രിയാണ്. രാത്രി കൂട്ടുകാരായിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇവരാണ് എൻ്റെ കൂട്ടുകാർ. ഒരുപാട് നാളായിട്ട് ഇവർ മാത്രമാണ് എൻ്റെ ഇപ്പോൾ രാത്രി ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളിന്ന് ചെന്നപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സെറ്റ് വൈബായിരുന്നേ. കുറേ നേരം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലൊരു വലിയ പാമ്പിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.